വായ തുറന്ന് ഉറങ്ങുന്നതും ബെഡ് വെറ്റിങ്ങും തമ്മിൽ ബന്ധമുണ്ടോ? ഹായ്, ഐ ആം ഡോക്ടർ നീരജ, എ പീഡിയാട്രിക് ഡെന്റിസ്റ്റ്. കുഞ്ഞുങ്ങൾ വാ തുറന്നുറങ്ങുന്നത് പ്രധാനമായിട്ടും 2 കാരണങ്ങൾ കൊണ്ടാണ്. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് കിടക്കുന്ന പൊസിഷനിൽ ഈ കുഞ്ഞിന് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വേറെ റീസൺസ് ഒന്നും ഇല്ലാതെ വാ തുറന്ന് ഉറങ്ങി ശീലിച്ച കുഞ്ഞുങ്ങളായിരിക്കും. പല മുതിർന്ന കുഞ്ഞുങ്ങളിലും രാത്രിയിലുള്ള ഈ മൗത്ത് ബ്രീത്തിങ് ഹാബിറ്റ് പാരന്റ്സ് നോട്ടീസ് ചെയ്യാതെ പോകാറുണ്ട്. പക്ഷെ ഇവരിലുള്ള വേറൊരു ശീലം പലപ്പോഴും പാരന്റ്സ് ഒരു കൺസേൺ ആയിട്ട് റേസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതാണ് ബെഡ് വെറ്റിംഗ്. ഈ ബെഡ് വെറ്റിംഗും മൗത്ത് ബ്രീത്തിങ്ങും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമുക്ക് നോക്കിയാലോ. വാ തുറന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളിൽ ശരിയായിട്ട് റെസ്പിറേഷൻ നടക്കാത്തതുകൊണ്ട് അവരുടെ ബോഡിയിലെ ഓക്സിജൻ ലെവൽ കുറയും. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ അവരുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുകയും അവരുടെ ബോഡിയിലെ സ്ട്രെസ് ഹോർമോൺസിന്റെ എമൗണ്ട് കൂട്ടാനും ഗ്രോത്ത് ഹോർമോൺസിന്റെ എമൗണ്ട് കുറയ്ക്കാനും ഇത് കാരണമാവുന്നുണ്ട്. ഈ മൊത്തത്തിലുള്ള പ്രോസസ്സ് കുഞ്ഞുങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുകയും അങ്ങനെ ഉറക്കത്തിൽ കുഞ്ഞുങ്ങളുടെ മസിൽസിന്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും ചെയ്യും. ഈ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്ന മസിൽസിൽ കുഞ്ഞുങ്ങളുടെ യൂറിനറി ബ്ലാഡറിന്റെ മസിൽസും ഉൾപ്പെടും. ഇത് പിന്നീട് കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിൽ ബെഡ് വെറ്റിങ്ങിനോ കാരണമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാരന്റ്സ് ഇത് എന്തായാലും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ മറ്റൊരു രീതിയിലായിരിക്കും ശരീരം റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കൃത്യസമയത്ത് ചികിത്സ നൽകി മാറ്റുന്നിടത്താണ് നിങ്ങളൊരു മെഡിക്കലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാരന്റായി മാറുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്മൈല് നിങ്ങളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്.